രാജ്യസഭാ സീറ്റും സംസ്ഥാന മന്ത്രിസ്ഥാനവും ലഭിക്കാത്തതിൽ അസംതൃപ്തരായ RJD നിലപാട് കടുപ്പിക്കുന്നു. മുന്നണി നൽകിയ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ രാജിവെച്ച് പ്രതിഷേധിക്കാൻ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചിരുന്നുവെങ്കിലും അത് ഇതുവരെ നടപ്പായിട്ടില്ല. പക്ഷേ അതുടനെ നടപ്പാക്കും. ഒരു കോർപ്പറേഷൻ ചെയർമാനും 5 അംഗങ്ങളുമാണ് പാർട്ടിക്കുള്ളത്. സംസ്ഥാനത്ത് ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റുകളിലൊന്ന് RJDക്ക് നൽകണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് പാർട്ടിക്ക് നിലവിൽ പ്രധാന സ്ഥാനങ്ങളൊന്നും നൽകിയിട്ടില്ലെന്ന് തന്നെയാണ്. സംസ്ഥാന മന്ത്രിസഭയിൽ ഇടതുമുന്നണിയിലെ എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനമുണ്ട്. INLൻ്റെ മന്ത്രി അഹമ്മദ് ദേവർകോവിലും ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജുവും 2.5 വർഷത്തിനു ശേഷം രാജിവെച്ചു. പകരം കോൺഗ്രസ് എസിൻ്റെ കടന്നപ്പള്ളി രാമേന്ദ്രനും കേരള കോൺഗ്രസ് ബിയിലെ ഗണേഷ് കുമാറും മന്ത്രിമാരായി. എന്നാൽ UDFൽ നിന്ന് ഇടതുമുന്നണിയിൽ തിരിച്ചെത്തിയ RJDക്ക് മാത്രം മന്ത്രിസ്ഥാനം നൽകിയില്ല. ഒരു MLA മാത്രമുള്ള കക്ഷികൾക്ക് 2.5 വർഷം നൽകുമെന്ന് പറഞ്ഞിട്ട് RJDയെ തഴഞ്ഞു. മുൻമന്ത്രി KP മോഹനൻ നിയമസഭയിൽ അംഗമാണ്. ഈ അടുത്ത് മന്ത്രിസ്ഥാനം നൽകിയ പാർട്ടികളെക്കാൾ അണികളും വോട്ടർമാരും എന്തുകൊണ്ടും കൂടുതലുള്ള പാർട്ടി തന്നെയാണ് RJD, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ പാർട്ടി അനുഭവിക്കുന്ന അവഗണനയിൽ പ്രവർത്തകർ അസംതൃപ്തരാണ്. മന്ത്രി K രാധാകൃഷ്ണൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന അടുത്ത നാളുകളിൽ നടക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ദിവസം ചേരുന്ന CPMൻ്റെ നേതൃയോഗത്തിൽ ഇക്കാര്യത്തിൽ ചർച്ച നടക്കും. പുനഃസംഘടന വരുമ്പോൾ തങ്ങൾക്കൊരു മന്ത്രിസ്ഥാനം നൽകണമെന്നാണ് RJDയുടെ നിലപാട്. അതേസമയം കടുത്ത അവഗണന നേരിടുന്ന സാഹചര്യത്തിൽ ഇടതുമുന്നണി വിടണമെന്ന ആവശ്യവും പ്രവർത്തകരിൽ ശക്തമാണ്. LDFൽ നിന്നിട്ട് സ്ഥാനമാനങ്ങളൊന്നും ലഭിക്കാത്തതിനാൽ മുന്നണി മാറണമെന്ന ആവശ്യമാണ് അവർ ഉയർത്തുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ മുന്നേറ്റമാണ് അവർക്ക് ആവേശം നൽകുന്നത്. മാത്രമല്ല RJD ബീഹാറിൽ കോൺഗ്രസിനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ UDFൽ നിൽക്കണമെന്ന് RJD ദേശീയ ഘടകവും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നലെ ചേർന്ന പാർട്ടി ഭാരവാഹികളുടെ യോഗവും ശക്തമായ നിലപാടിലാണ്. യുക്തമായ തീരുമാനമെടുക്കാൻ പാർട്ടി ചെയർമാൻ ശ്രേയാംസ് കുമാറിനെ ചുമതലപ്പെടുത്തിയിരിക്കുക.